അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ പാക്ക് ഇൻ മൈ ഹസ്ബൻഡ്സ് ലഞ്ച് ബോക്സ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കുകയാണ്. എനിക്കങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് എന്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ടിഫിൻ ലഞ്ച് ബോക്സിനകത്ത് നമ്മൾ പാക്ക് ചെയ്യുന്നത് എന്താണ് എന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു മെമ്മറി ആയിട്ടിരിക്കുമല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ എല്ലാ ദിവസവും ചേട്ടായിക്ക് ഞാൻ കൊടുത്തു വിടുന്നത് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. ഞങ്ങൾ ചപ്പാത്തിയാണ് ഇവിടെ പൊതുവേ യൂസ് ചെയ്യാറ്. അധികം അരി ഞാൻ അങ്ങോട്ട് ചേട്ടായിക്ക് കൊടുത്തു വിടാറില്ല. അതേപോലെ തന്നെ വീട്ടിലാണെങ്കിലും നമ്മൾ വീക്കെൻഡിൽ മാത്രം എന്നുള്ള രീതിയിലാണ് അരിയുടെ ചോറും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം മിക്കപ്പോഴും തന്നെ ചപ്പാത്തി ആയിരിക്കും. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനോട് ഇങ്ങനെ നമ്മൾ പോയി ചോദിക്കുകയല്ലേ എന്താ ഉണ്ടാക്കണ്ടേ, അങ്ങനെ ചോദിക്കുന്നതൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. പുള്ളിക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുവാണെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറയും അതുണ്ടാക്കാവോ എന്ന് ചോദിക്കും. അതല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് എന്തുണ്ടാക്കിയാലും പുള്ളിക്കാരൻ കഴിച്ചോളും. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പച്ചക്കറി ആണെങ്കിലും അതല്ല നോൺ വെജ് ആണെങ്കിലും ഒരു പ്രശ്നമുള്ള കൂട്ടത്തിലുള്ള ആളല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ചോറ് പാക്ക് ചെയ്ത് കൊടുത്തു വിടാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഷൂട്ട് ചെയ്ത് വെച്ചേക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തോരൻ കൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ക്യാബേജ് ഉണ്ടായിരുന്നു. ക്യാബേജ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ആണ് ഞാൻ സാധാരണ ചെയ്യാറ്. പക്ഷേ ഈ ഗ്രേറ്ററിൻ്റെ നമ്മുടെ ആ ബ്ലേഡില്ലേ, ആ വലിയ ബ്ലേഡ്, അതിൻ്റെ മൂർച്ച പോയിരിക്കുക. അപ്പോൾ എനിക്ക് അതിൽ ഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ ഞാനത് നല്ലപോലെ അരിഞ്ഞെടുത്തു. പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ മുളകൊക്കെ ഇട്ട് ഞാനൊന്ന് കറിയാക്കുന്നുണ്ട്. ഇന്നെന്താണേലും ചേട്ടായി എന്താ പറയുക ചപ്പാത്തിയാണെന്ന് വിചാരിച്ചായിരിക്കും ഈ സംഭവം കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതൊരു സർപ്രൈസാണ് കേട്ടോ. ഇങ്ങനത്തെ സംഭവമൊക്കെ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും അറിയാതെ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക, അതല്ല എങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു അറിയാത്ത രീതിയിൽ നമ്മൾ സർപ്രൈസ് പോലെയൊക്കെ ഇങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചേട്ടായിക്ക്. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സന്തോഷം ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സർപ്രൈസസ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനത്തെ സർപ്രൈസസ് ആണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏറെക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറും കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സന്തോഷം കൂടി ആയിരിക്കും. കാരണം ചപ്പാത്തിനെക്കാട്ടിലും ചേട്ടായിക്ക് ഇഷ്ടം ചോറാണ്. ചോറ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ചോറ്, ബിരിയാണി അങ്ങനെ അരിയുടെ സംഭവങ്ങളാണ് ചേട്ടായിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇന്നത്തെ സംഭവം ഏതായാലും സെറ്റാണ്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കറി ഏറെക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ചോറിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമന്ന പരിപ്പിൻ്റെ ചാറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നമ്മുടെ ഗീയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തോരൻ കറി ഏറെക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ കറി ഇവിടെ റെഡിയാവും. അതേപോലെ തന്നെ ചോറ് ഞാൻ നേരത്തെ ആക്കിയിട്ടുണ്ടായിരുന്നു. ചോറ് ആക്കിയതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ചോറ് റെഡിയാണ്. ഇനി നമുക്കത് പാക്ക് ചെയ്യാം. അപ്പോൾ ചോറ് ഒരു 4 സ്പൂണ്, ഞാൻ ഒത്തിരി കുത്തി നിറച്ചൊന്നും കൊടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള ചോറ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ആ ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മുകളിൽ ചിക്കൻ്റെ പീസസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ആദ്യം തുറക്കുമ്പോൾ പച്ചക്കറി കാണുമ്പോൾ അധികം എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അടിയിലോട്ട് വരുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ചിക്കൻ്റെ പീസസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറിനാകുമ്പോൾ അതൊന്ന് കുഴിഞ്ഞ് അവിടെ ഇരുന്നോളുമല്ലോ, ചോറിനകത്ത് തന്നെ നല്ലപോലെ ഒന്ന് പ്രസ്സായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഉച്ചക്കത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിനും അതേപോലെ തന്നെ എല്ലാത്തിനും. ഇനി നമുക്ക് കറി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചോറും ചപ്പാത്തിനെക്കാട്ടിലും കൂടുതൽ കറിയാണ് കൊടുക്കാറ് എപ്പോഴും. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ, പച്ചക്കറി കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അത് കുഞ്ഞിനാണേലും ഞാൻ എന്താ പറയുക നമ്മുടെ പച്ചക്കറിയാണ് കൂടുതൽ കൊടുക്കാറ്. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിറച്ചെന്ന രീതിയിൽ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പിൻ്റെ ചാറ് ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അത് നമുക്ക് ഒഴിച്ച് കൂട്ടാവുന്ന പാകത്തിന് കുറച്ച് വലിയ പാത്രമാണ്. അപ്പോൾ ആ പാത്രത്തിനകത്തോട്ട് നമുക്ക് നിറച്ച് ഒഴിച്ച് കൊടുക്കാം. അത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് എന്താ പറയുക നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. നട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്നാക്ക് പോലെ. അപ്പം കുറച്ച് കശുവണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ബദാം ഇടുന്നുണ്ട്. ഒരു 4-5 ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കമുന്തിരി അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലെക്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ
ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. അന്ന് വൈകുന്നേരം വന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര എക്സൈറ്റ് ആയി, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.